അണ്ണാ എന്നെയും കൂടെ കൊണ്ടുപോണ്ണ. സൈക്കിളാ? സൈക്കിളൊന്നും വേണ്ടാ. സൈക്കിൾ വേണോന്ന്. അങ്ങോട്ട് പോണ്ടാ, വീട്ടിൽ പോടാ. ഞാൻ സൈക്കിൾ എടുത്തോണ്ട് വരാം, ഇയാള് പോക്കൂ. എന്നാലും അവരെന്താ ഓടിയത്? അവിടെ എന്തായാലും മുട്ട ഇടി നടന്നിട്ടുണ്ട്. അന്നേ നാട്ടുകാരല്ലേ പോലീസ് ആരെങ്കിലും ഓടിച്ചു കാണും. ശരിയാ, അല്ലെങ്കിൽ അണ്ണ അങ്ങനെ ഓടുന്നതല്ല. നമ്മളെന്തായാലും ഇങ്ങോട്ട് ഓടിക്കലേ കാര്യം. ഈശ്വരൻ എന്തായാലും അമ്മയെ പെട്ടെന്ന് തന്നെ ഓടിക്കാൻ പോകുന്നു. ഓ ഫസ്റ്റ് അമ്മാര് ഓടി ഓട്ടം തീർന്നില്ല. ഒരുപാട് തൊഴിൽ നിനക്ക് എണ്ണ അത് തന്നെ അണ്ണ, ആ വണ്ടി എങ്ങനെ ചില സമയം എണ്ണയില്ലാതെ ഓടും ഇല്ലടാ? ശരിയാ, എന്താണ് അങ്ങനെ? ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരുപാട് നീക്ക് വരുന്നാ ഓടിയത്. അല്ല ഇമാര് ഓടിയത് കൊണ്ട് നമ്മളെ കൊണ്ടുപോയിക്കൂടാ. എല്ലാവരും വിളിച്ചിട്ട് ടൂറുമില്ലേ? പിന്നെ ഇവിടെ ജീവനോട് ഓടാൻ നോക്കുമ്പോഴാ നിങ്ങളെ വിളിച്ചിട്ട് പോകുന്നത്. ഞാൻ എന്റെ അനിയനെ പോലും വിളിച്ചില്ല. അല്ല നിങ്ങൾ എന്തിനാ ഓടിയത്? അല്ല അണ്ണന്റെ പരിപാടി കാണിച്ചത്. അവിടെ എന്തുകൊണ്ടോ നടന്നേ? അമ്മ എടുത്ത് ഇടിച്ചോ? പോലീസ് ഒന്നുമില്ലടാ തെറ്റി അവിടെ. അവിടെ നിങ്ങൾ ഓടിയേ? എണീക്കടാ അങ്ങോട്ട്. എണീക്കടാ. എണീക്കടാ അങ്ങോട്ട്. എന്തോ പറ്റി എനക്ക്? എന്തോ പറ്റിയെന്ന് നീ കണ്ടില്ലോടോ? എന്നാലും അവർ ആരടാ കാലോടിക്കാൻ വന്ന ടിപ്പരുടെ കാണിച്ച്? അമ്മാര് കാലോടിക്കാൻ വന്നതൊന്നുമല്ല, അമ്മാരെ തന്ത്രം വേറെയായിരുന്നു. അയ്യോ, കാല് പിടിച്ചില്ലേലും വേണ്ടിയില്ലായിരുന്നു. പക്ഷെ കാലിനിടയ്ക്കിട്ട് പണി കാണിക്കുന്ന ഞാൻ കരുതിയില്ല. അമ്മാരെ പണിയോടാ, കൊച്ചിനെ വെളിനെ എല്ലാം തപ്പിയെടുത്ത് പണി. ഈ കഥ ഓർക്കാൻ കണ്ടാലേ കുത്തി വന്നപ്പോ എന്തായാലും പറ്റിയാ മക്കളെ അന്നിട്ടെന്റെ കൈയുടെ ചൂടാമാരെ അറിഞ്ഞിട്ടില്ല. കൈയുടെ ചൂട് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ കളിക്കൂടാതെ അവിടെ നിന്ന് നടന്നേ. നീയൊക്കെ വന്നപ്പോ പോലെ സസ്പെൻസ് ആണല്ലോ. എന്ത് നടന്നു വെച്ചൊന്ന് പറ. അവിടെ നടന്ന എന്താന്നറിയണോ? ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. ഇനിയിപ്പോ ഒറ്റ ഐഡിയ ഉണ്ട്. നിങ്ങളെന്റെ കൂടെ നിന്നാ മതി. തെരഞ്ഞു കൊണ്ട് എന്റെ പൊന്നെണ്ണ അടിക്കരുത്. എന്നാലാടാ ഞാൻ വന്നോ പറഞ്ഞത്. കിട്ടിയ കൊണ്ട് വീട്ടിൽ പോത്തില്ലല്ലോ. ഇപ്പൊ എന്തോ പറ്റി? അല്ല, അത് പിന്നെ അണ്ണൻ പറഞ്ഞിട്ട്. അണ്ണനോ? ഇനി മേല അണ്ണൻ ചൂണ്ടെടുത്തെങ്ങാനും ചൂണ്ടിട്ട ഇടിച്ചു ശരിയായത്. എന്റെ ഏരിയ ഒന്നും നീ ഒന്നും എന്നെ ഒന്നും അടിക്കാറായിട്ടില്ല കേട്ടോടാ. ഞങ്ങൾ അടിക്കാൻ വന്നൊന്നുമല്ല. ഓ ഈ നിപ്പ് കണ്ടോട്ട് ചോരപ്പുഴ ഒഴുകണോ തോന്നേ. പിന്നെന്താടാ കമ്പും കോലൊക്കെ? അത് പിന്നെ അണ്ണ പിന്നെ നിങ്ങൾ ചൂണ്ടിട്ടോണ്ടിരിക്കുമല്ലേ,
വലിയ മീൻ വല്ലതും വന്ന് എന്തോ ചെയ്യും, തല്ലിക്കടിച്ചോല്ല. കറക്റ്റ് സമയത്തിനാ വന്ന് അടി തുടങ്ങിയിട്ടില്ല. തലടിക്കാതെ പോടാ മൂന്നെണ്ണം പോ. മുട്ടണ്ണാൻ അവിടെ പണി തുടങ്ങി. എനിക്ക് കലിപ്പ് തീർന്നില്ലേ. എനിക്ക് അമ്മാരെ ഇടിക്കണം. അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ 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 ഞങ്ങളെ പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞില്ലായിരുന്നു എങ്ങനെയൊന്നും വിളിക്കണ്ടെന്ന്. അയ്യേ നാണക്കേടാല്ലേ. അല്ല ഇയാൾക്കാണ് അവിടെ പേരിട്ടേ. ഇനി നീയൊക്കെ പറ, ഇയാളെ ഇടിക്കണോ വേണ്ടായോ? നീ ആളെ ഇടിക്കാനൊക്കെ എത്ത്. എന്റെ അനിയൻ എന്ത് ചെയ്യും? നിന്റെ അനിയൻ ആ കുരിപ്പായി പ്രശ്നം മൊത്തം ഉണ്ടാക്കി. എന്നാലും അവൻ എന്ത് ചെയ്യും? നീ കൊണ്ടേ കൊന്നോ? കൊന്നോന്നോ? അവൻ കാരണം ഞങ്ങൾ എത്താനായിരുന്നു. അവന്മാരുടെ അടിയുള്ളതായി ഞാനേ ഉള്ള അവനെ അടിച്ചോണ്ട് വരാം. സൈക്കിളൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പൊ എന്തോ ആവുന്നുണ്ടോ? അതല്ല നമ്മളോടുള്ള കാര്യം അവനെങ്ങനെ അറിയാം? അയ്യോ ആർക്കും അറിയത്തില്ലല്ലേ. നിന്റെ അളിഞ്ഞ വണ്ടി ആ സൈഡിൽ ഇരിപ്പുണ്ട്. അത് കണ്ട് അവനീ കയറിക്കോളൂ. നിങ്ങൾ ആരുടെ അപ്പൊ ഫ്രീ ആയിട്ടുള്ള? എന്താണ് ഇടിക്കാൻ? അല്ല എന്റെ വണ്ടി ഓടിരിക്കും, ഒന്ന് വരും എടുക്കാൻ. ഇയാളെ വണ്ടി ഇനി എങ്ങനെ ഇയാളുള്ളതെന്ന് പറ. എങ്ങനെ അവിടുന്ന് വരുമെന്ന്? ഗൾഫിലാണോ? സ്വർണ്ണ കളറോ? ഇത് വീട്ട കളറില്ലേ? മുട്ടായി ഞാനിങ്ങ എടുക്കുവോ? ഇവിടെ മുട്ടായി അവന്റെ വീട്ട കളർ മുട്ടായി. പക്ഷെ ഇന്ന് ആരും വന്നില്ല. ആരും വന്നില്ലെന്ന് എനിക്കറിയാം. എന്തായാലും പോട്ട് നിങ്ങൾക്ക് ഹാജർ എടുക്കാം. നമ്പർ 1, ഹാജർ. നമ്പർ 2, ഹാജർ. നമ്പർ 3, ഹാജർ. നമ്പർ 4. നമ്പർ 4 ആരാ? നമ്പർ 4 നീയാണോ അവിടെ? നിന്നെയാണോ ഇത്ര നേരം വിളിച്ചത്? ഞാനൊന്നും അറിഞ്ഞാ പോരെ. ഹാജർ. ഓ നിനക്ക് എവിടെ നിന്നാണ്? അവനാണ് കൊള്ളാലോ. സാറന്മാർക്കൊക്കെ എന്തൊരു പേടിയാ. കേട്ടിട്ട് എനിക്ക് രോമാഞ്ചം വരും. നീ ഒന്ന് അടങ്ങടാ, കഥ ഇനി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇയാൾക്ക് കേജിപ്പ് കളിക്കാതെ ബാക്കി കഥ കൊണ്ട് പറ. ആരാടാ 5? 5 ആരാ? അമിതോ? ആരാടാ അമിത്? ആരാടാ വിട്ട? ഇന്ന് മുതൽ നീ അമിതല്ല, അമിട്ട. അമിട്ട് കണ്ടുപിടിക്കാം. അയ്യേ നാജിച്ച്. പറ്റിയത് പറ്റി. ഇനി മേല ഒറ്റ പരിപാടികളെ വിളിച്ചു കൊടുക്കും. എങ്ങോട്ടാ? ഈ മണ്ടന്മാരെ കൊണ്ട് തല്ലാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലേ. ഇങ്ങോട്ട് വാ സൈക്കിളെ. ഞാൻ ഒറ്റയ്ക്കെങ്ങാണ്ട് വന്നാൽ മതിയായിരുന്നു. എന്തൊക്കെയാണ്